ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വാഴക്കോട് ക്വാറിയിൽ വൻ അഗ്നിബാധ. 60 ലക്ഷത്തിന്റെ ജലജീവൻ പൈപ്പുകൾ കത്തിയമർന്നു. വടക്കാഞ്ചേരി ഷൊർണൂർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. മുള്ളൂർക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ ആറ്റൂർ വളവിൽ പ്രവർത്തിക്കാത്ത ക്വാറിയിൽ സംഭരിച്ചിരുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പുകൾ കത്തിയമർന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് നാടിനെ നടുക്കിയ വൻ അഗ്നിബാധയുണ്ടായത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ വാർഡ് മെമ്പറുമായ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാറിയിൽ കൂട്ടിയിട്ടിരുന്ന 60 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പുകളാണ് പൂർണ്ണമായും കത്തിയമർന്നത്. സമീപത്തെ പറമ്പിൽ നിന്നുണ്ടായ തീ പൈപ്പുകളിലേക്ക് ആളിപ്പടരുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പ്ലാസ്റ്റിക് കത്തിയതോടെ കിലോമീറ്ററുകളോളം കറുത്ത പുക പടരുകയും സംസ്ഥാന പാതയിൽ കാഴ്ച മങ്ങിയും യാത്രക്കാർക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള 2 യൂണിറ്റും ഷൊർണൂരിൽ നിന്നുള്ള 1 യൂണിറ്റും അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം അതിസാഹസികമായാണ് പരിശ്രമിച്ചത്. ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ തീ 99% നിയന്ത്രണ വിധേയമാക്കി. വടക്കാഞ്ചേരി പോലീസും സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു. വൈകുന്നേരം 3 മണിയോടെയാണ് ഗതാഗതം പൂർണ്ണ തോതിലായത്. വർഷങ്ങൾക്ക് മുൻപ് സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിച്ച ചരിത്രമുള്ള ഇതേ ക്വാറിയിലാണ് വീണ്ടും ദുരന്തം ആവർത്തിച്ചിരിക്കുന്നത്. മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് NF വർഗീസ്, ക്വാറി ഉടമ സലാം എന്നിവർക്കൊപ്പം മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കുചേർന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തം എവിടെ നിന്ന് തീ വന്നു എന്നുള്ളത് ഇതേവരെ ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായിരുന്നാലും ഒരു 50-60 ലക്ഷം രൂപയുടെ പൈപ്പ് ഈ ജലനിധിക്കാരുടെ പൈപ്പാണിത്. അവര് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതായിരുന്നു. ആ പൈപ്പ് മൊത്തം കത്തിപ്പോയി. മറ്റേ ഇവിടെ പഞ്ചായത്തിൻ്റെ കോൺട്രാക്റ്റ് ആയിട്ടുള്ള നാസറിൻ്റെ കുറേ കമ്പികൾ സാധനങ്ങളൊക്കെ ഇവിടെ ആ ഷെഡിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കത്തി നശിച്ചു. പറമ്പുകളിലേക്ക് കത്തി. ഇപ്പം 3 ഫയർ എഞ്ചിൻ 4 പുറവും നിന്നിട്ട് പണിയെടുത്തിട്ടാണ് തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാം. അത്രേ ആയിട്ടുള്ളൂ. ഈ തീപിടുത്തം എവിടെ നിന്നുണ്ടായി എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. ഇതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തെ പറമ്പുകൾ മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട്. ഇതൊരു ക്വാറിയാണ്, പഴയ ഒരു ക്വാറിയാണ്, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ക്വാറിയല്ല. ധാരാളം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ പൈപ്പുകൾ നശിച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.